ചൈന ഓരോ രാജ്യങ്ങളെയും തങ്ങളുടെ വരുതിയിലാക്കുന്നത് കടക്കണിയിലൂടെയാണ്. അത്തരം ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചൈന തങ്ങളുടെ വരുതിയിലാക്കുന്നത്. ബംഗ്ലാദേശ് പ്രധാനമായിട്ട് 4 സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം കടം വാങ്ങിയിട്ടുള്ളത്. വേൾഡ് ബാങ്കിൽ നിന്ന്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്ന്, ജപ്പാനിൽ നിന്ന്, ചൈനയിൽ നിന്ന്. ഈ 4 സ്ഥലങ്ങളിൽ, അതിൽ 2 രാജ്യങ്ങളും 2 ഓർഗനൈസേഷൻസുമാണ്. വേൾഡ് ബാങ്കിനെ നമുക്ക് മാറ്റിവെച്ചാൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ചൈനയ്ക്ക് സ്വാധീനമുള്ള ഒരു ബാങ്കാണ്. അവിടെ നിന്ന് ഒരുപാട് പൈസ ഇവർ കടം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈന ഗവൺമെന്റ് ധാരാളം പണം ബംഗ്ലാദേശിന് കടം കൊടുത്തിട്ടുണ്ട്. അനൌദ്യോഗിക കണക്കനുസരിച്ച് 1975 ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തന്നെ ഏകദേശം 7.5 ബില്യൺ US ഡോളറിന്റെ കടം ചൈന ബംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ടെന്നാണ്. നമ്മുടെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് ചൈനയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ 3-4 ദിവസത്തെ സന്ദർശനത്തിനാണ് പോയിരിക്കുന്നത്. അവിടെ ചൈനീസ് വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്വീകരണമാണ് അവിടെ അദ്ദേഹത്തിന് ഒരുക്കിയത്. എന്ന് വെച്ചാൽ നയതന്ത്ര തലത്തിൽ ഏറ്റവും ലോ ലെവലിലുള്ള ഒരു സ്വീകരണമാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവന് കിട്ടിയത്. അതിനുശേഷം അദ്ദേഹം സഹപ്രധാനമന്ത്രി, സഹമന്ത്രിമാരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി. ഒരുപാട് സമയം കാത്തിരുന്നതിന് ശേഷം ഷി ജിൻപിങ്ങിനെ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. ഷി ജിൻപിങ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മൾ പൈസയൊക്കെ തന്ന് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്, നമ്മൾ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം ചെയ്യാം, നമ്മൾ നിങ്ങൾക്ക് കുറെ പൈസയൊക്കെ കടം തരുന്നുണ്ടല്ലോ, ഇനിയും നമ്മൾ കടമൊക്കെ തരാം, അതിന്റെ ഇൻട്രസ്റ്റ് നമുക്കൊരു 1 മുതൽ 2% വരെ ആയിട്ട് നമ്മൾ കുറച്ചു തരാം. ആവശ്യം പോലെ നിങ്ങൾക്ക് കടം തരാൻ ചൈന തയ്യാറാണ്. നിങ്ങളുടെ രാജ്യത്ത് 40% യുവാക്കൾക്ക് ഒരു തൊഴിലും ഇല്ലാതെ അവർ നിൽക്കുകയാണ്. ഭയങ്കര പോപ്പുലേഷനൊക്കെ ഉള്ളതല്ലേ, അവർക്കൊക്കെ ഒരു തൊഴിലൊക്കെ നമുക്ക് കൊടുക്കണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, ചൈനീസ് കമ്പനികളും ബാങ്കുകളും ഒക്കെ നിങ്ങളുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യട്ടെ, നമ്മൾ ആവശ്യം പോലെ പൈസ തരാം, കടമായിട്ടാണ്, പക്ഷെ പലിശ കുറവായിരിക്കും കേട്ടോ, നമ്മൾ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും, നമുക്ക് ബംഗ്ലാദേശിനെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റണം എന്ന് ഷി ജിൻപിങ് പറഞ്ഞു. ഇക്കാര്യം നമ്മുടെ ഡെക്കാൻ ഹെറാൾഡ്, ഗ്ലോബൽ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഇങ്ങനെയാണ് ഷി ജിൻപിങ് നമ്മുടെ ബംഗ്ലാദേശിന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇത് എന്താണ് ഉദ്ദേശം എന്ന് എല്ലാവർക്കും അറിയാലോ, ബംഗ്ലാദേശിനെ കടക്കണിയിൽ പെടുത്തുക എന്നുള്ളതാണ്. മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ആളാണെന്നുള്ളത് ചൈനയ്ക്കും അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചൈന എന്ത് ചെയ്തു, മുഹമ്മദ് യൂനിസുമായിട്ട് വളരെ മുമ്പേ തന്നെ നല്ല ടേംസിൽ എത്തിയിട്ടുണ്ട്. ഗ്ലോബൽ ടൈംസ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ ചൈന എങ്ങനെയാണ് പറയുന്നത്, അതായത് മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവനാകുന്നതിന് മുമ്പ് തന്നെ ചൈനയുടെ ചങ്കായിരുന്നു എന്ന്, സീരിയസ്ലി ചൈനയുടെ ചങ്കായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ചൈനയുമായിട്ട് അടുത്ത ബന്ധം, ഭയങ്കര ക്ലോസ്, നമ്മളെ മുഹമ്മദ് യൂനിസിനെ നമ്മളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ചൈന എഴുതിയിരിക്കുന്നത് ഗ്ലോബൽ ടൈംസിൽ. അപ്പോൾ നേരത്തെ തന്നെ മുഹമ്മദ് യൂനിസ് ചൈനീസ് ഗവൺമെന്റ്